സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ താൻ ആര് കേൾക്കരുത് കൃഷ്ണനെ സംബന്ധിച്ച രഹസ്യം ആരറിയരുത് എന്ന് ആഗ്രഹിച്ചോ ആ വ്യക്തി തന്നെ അറിയാതെ അവരറിഞ്ഞത് സാഗറിനെ അകത്തകർത്ത് കളയുന്നുണ്ട്. ആകെ നിസ്സഹായനാകുന്നുണ്ട് സാഗർ. ഒരു വശത്ത് താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന തൻ്റെ മകൻ, മറുവശത്ത് തൻ്റെ എല്ലാമായിട്ടുള്ള ഭാര്യ. അതിനിടയിൽപ്പെട്ട് ഉഴലുകയാണ് കേട്ടോ സാഗർ. ഈ വിവരം ആൻറ്റിയമ്മ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി എന്നും അയാൾ ആലോചിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കിടയിൽ സുജാതയ്ക്കും സാഗറിനും അവരുടെ മൂത്ത മകനെക്കുറിച്ച് അന്വേഷിക്കാനോ അവൻ എന്താണ് ഈ ഫംഗ്ഷനൊന്നും വരാതിരിക്കുന്നതെന്ന് ആലോചിക്കാനൊക്കെ അവർ മറന്നു പോവാണ്. എന്ത് തന്നെയായാലും ആ ഒരു രഹസ്യം ഇപ്പോൾ സുജാത അറിഞ്ഞിരിക്കുകയാണ്. ഇനി സുജാതയെ പറഞ്ഞ് സമാധാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവും സാഗറിനില്ല. സാഗർ ഒരു കൊച്ചുകുട്ടിയെ പോലെ സുജാതയോട് താണുകേണ് പറയുന്നുണ്ട് തന്നെ വിശ്വസിക്കാനും തന്നിൽ നിന്നും ഞാൻ ഒന്നും ഒളിച്ചിട്ടില്ല എന്നും പറഞ്ഞ്. അതിനിടയിൽ തൻ്റെ കൃഷി സാർ അടുത്തിരിക്കുകയാണ് കേട്ടോ കൺമണി. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും കൃഷ്ണനെ കണ്ട് സംസാരിച്ചാലും കണ്ടാലും പിന്നെ അവളുടെ ടെൻഷനൊക്കെ തീരുന്നു. കൃഷ്ണനും അങ്ങനെ തന്നെയാണ്. ഈ കിടപ്പിനിടയിലും കൺമണിയോട് അളവറ്റ പ്രണയം കൃഷി സൂക്ഷിക്കുന്നുണ്ട്. കൃഷി വളരെ കരുതലോടെ തന്നെ കൺമണി വളരെ കരുതലോടെ തന്നെ കൃഷ്ണനെ നോക്കുന്നുണ്ട്. കൺമണിയുടെ സാമീപ്യം ഉണ്ടായതുകൊണ്ട് തന്നെ കൃഷി വളരെ വേഗം തന്നെ റിക്കറാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി തങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചുള്ള സ്വപ്നമാണ് അവരുടെ മനസ്സ് നിറയെ. കൃഷ്ണനും കൺമണിയും മുൻപ് തന്നെ ഒന്നായതാണ്. അവർ സമൂഹത്തിന് മുൻപിൽ കൃഷ്ണമണിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. 2 ദിവസമേ ഉള്ളൂവെങ്കിലും 2 വർഷത്തെ ദൈർഘ്യം അതിനുണ്ടെന്നൊക്കെ അവർക്ക് തോന്നിപ്പോവാണ്. മൈലാഞ്ചി ഇടൽ ചടങ്ങിന് ഉണ്ടായതുപോലുള്ള പ്രശ്നങ്ങളൊന്നും കല്യാണത്തിന് ഉണ്ടാകല്ലേ എന്നൊക്കെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനിടയിൽ ആൻറ്റിയമ്മയെ മാനസ് വിളിക്കുന്നുണ്ട് കേട്ടോ. ആൻറ്റിയമ്മയിൽ നിന്നും കിട്ടിയ ഓരോ വാക്കും മാനസിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഇനി വിവാഹത്തിന് എന്ത് കുഴപ്പമാണ് ഉണ്ടാകേണ്ടതെന്ന് ചിന്തയാണ് കേട്ടോ മാനസിക്ക്. മാനസിയുടെ കള്ളത്തരം കണ്ടുപിടിക്കപ്പെട്ടില്ലാത്തതുകൊണ്ട് തന്നെ കൺമണിയുടെ അടുത്തൊക്കെ മാനസിക്ക് ഇപ്പോൾ ധൈര്യമായിട്ട് ചെല്ലാൻ കഴിയും. മൊബൈലും വരുണിനെയൊക്കെ കാണാത്തത് കൊണ്ട് തന്നെ ആരും അവളുടെ കള്ളത്തരവും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ എല്ലാ പ്രശ്നത്തിനും ഇടയ്ക്ക് വിറകുപുരിയിൽ പൂട്ടിയിട്ട വരുണിനെ സുലോചന മറന്നു പോവാണ്. മനോജിനെ പോലീസ് പിടിച്ചതുകൊണ്ട് തന്നെ മനോജും അക്കാര്യം അറിയാണ്. ഇനി എന്താണ് അറിയുന്നതെന്ന് അറിയില്ല. എന്തായാലും അതുണ്ടായ കൺമണിക്ക് മാനസയുടെ കള്ളക്കളിയൊക്കെ മനസ്സിലാകും. അങ്ങനെ സുജാത സാഗറിനോട് എല്ലാം തുറന്നു പറയാനും കൃഷി ആരാണെന്ന് പറയാണ് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും. എനിക്ക് അന്ന് അതൊക്കെ തുറന്നു പറയാൻ ദേവിജി മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു തെറ്റ് ഞാൻ തന്നോട് ചെയ്തിട്ടുള്ളൂ സുജ എന്ന് പറയാണ് സാഗർ സങ്കടത്തോടുകൂടി. ഈ ഒരു കാര്യത്തിൽ താൻ എനിക്ക് സത്യം ചെയ്തു തരണമെന്നും നമ്മുടെ മക്കളാരും ഇതറിയതെന്നും പറയുന്നുണ്ട് കേട്ടോ സാഗർ. ഈ താലയിൽ തൊട്ട് സത്യം ചെയ്യണമെന്നും പറയാണ്. ഇതിനിടയിൽ കൃഷിയും കൺമണിയാണെങ്കിൽ അവരുടെ ആ ഒരു പ്രണയ ലോകത്താണ് കേട്ടോ.